ഇനി ഇമാമ് വല്ലിമാമു ബിലഫ്ദിൽ ജംഈന. ഇമാമ് കുനൂത്തോകേണ്ടത് ജമ്മിന്റെ ലഫ്ദോടുകൂടെ. അപ്പൊ ഇമാമ് എന്താക്കണം? കുനൂത്തോകേണ്ടത് ബഹുവചന. വല്ലിമാമു ബിലഫ്ദിൽ ജംഈന മത്തിന്. അപ്പൊ അതൊരു താമായ ജുംലയാക്കിയിട്ട് ഹുക്കുമടക്ക ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാ വല്ലിമാമു യുസന്നു ലഹു. ഇമാമിന് സുന്നത്താണ്. യുസന്നൂന്ന് വാവിന്റെ ഏഷം സങ്കല്പിച്ചാ ലില്ലിമാമിന്നായി പോവും. അപ്പൊ ഇമാമു എന്നുള്ള മത്തില് ഇമാമു മർഫൂ അല്ലേ, മജ്റൂറാക്കൽ പറ്റൂലല്ലോ. അതുകൊണ്ട് അങ്ങനെ ആക്കിയോ. വല്ലിമാമു യുസന്നു ലഹു അയ്യഖ്നുത. ഖുനൂത്ത് ബിലഫ്ദിൽ ജംഇ, ജംഇന്റെ ലഫ്ദ് കൊണ്ട്. ലിസിഹത്തിൽ ഖബരി ബിദാലിക. കാരണം എന്താ? അങ്ങനെ ജമ്മാക്കിയതായിട്ട് സ്വയ്യായ ഹദീസ് ഉണ്ട്, അതുകൊണ്ട് അപ്പൊ ഇമാം അങ്ങനെ ആക്കണം. അപ്പോ അല്ലാഹുമ്മ ഹ്ദിന എന്ന് ജമ്മാക്കിയ ലഫ്ലുണ്ട്, പക്ഷെ അതിൽ ഇമാമാണ് ജമ്മാക്കിയത് എന്ന പദത്തിലില്ല, ആ ഹദീസിലില്ല. ഇഹ്ദിനാന്ന് ദ്വാരുന്നതായിട്ടേ ഉള്ളൂ. അപ്പൊ വലായത്തഹത്താഫിൽ മുൻഫരിദി, ആ ജമ്മിന്റെ ലഫ്ല് മുൻഫരിദിൽ വരൂലല്ലോ. അപ്പൊ ഫതഅയ്യന ഹംലുഹു അലൽ ഇമാമി, ആ ജമ്മിന്റെ ലഫ്ലിനെ ഇമാമിന്റെ മേൽ ഹംല് ചെയ്യണം. അതെന്തുകൊണ്ടാ? ലിസിഹത്തിൽ ഖബരി ബിദാലിക. എന്നിട്ട് ഇമാമിന്റെ മേൽ ഹംല് ചെയ്യണം എന്ന് പറയാൻ കാരണം മുൻഫരിദിൽ അത് വരൂല, അപ്പൊ ഇമാമ്. അതിനൊരു കാരണം കൂടി പറയുന്നില്ല. ഇന്നഹി അൻ തഖ്സീസിഹി നഫ്സഹു ബിദ്ദുആഇ വഅന്നഹു ഇൻ ഫഅലഹു ഫഖദ് ഖാനഹും സനദുഹു ഹസനുൻ. നഹി ഉള്ളത് കൊണ്ടും. അപ്പോ ലിന്നഹി അൻ തഖ്സീസിഹി നഫ്സഹു എന്നാണ് അവിടെ. വലിന്നഹി എന്ന് നുസ്ഖ ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ലത്. അതവിടെ ഷർവാനി പറയുന്നുണ്ട്. അല്ലൗല വലി ഉറൂദിന്നഹി ബിൽ അത്ഫി ലിയദ്ഹറ തഅലീലു എന്ന വസിയാദത്തുൽ മുളാഫി ലിയദ്ഹറ അത്ഫു ഖൗലിഹി അല്ലാത്തി വഅന്നഹു ഇൻ ഫഅലഹു. അപ്പൊ ലിന്നഹി എന്നുള്ളടത്ത് വലി ഉറൂദിന്നഹി എന്നിങ്ങനെ ഒരു ഉറൂദ് അതില്ലെങ്കിലും നമുക്ക് ഒപ്പിക്കാം. ലിന്നഹി എന്നുള്ളടത്ത് ഒരു വാവുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞത്. കാരണം നേരത്തെ പറഞ്ഞ സിഹത്തിൽ ഖബരി എന്നതൊരു കാരണമാണ് ഈ ലഫ്ലിന് ജമ്മിന്റെ ലഫ്ല് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. എന്ന പോലെ എന്താണ് തഖ്സീസിനെ തൊട്ട് നെഹിയുള്ളതിനു വേണ്ടിയും നഫ്സഹു ഇമാമു തഖ്സീസാക്കുക, അവന്റെ നഫ്സിനെ തഖ്സീസാക്കുക. ബിദ്ദുആഇ, ദുആ കൊണ്ട് തഖ്സീസാക്കാൻ പാടില്ല എന്ന് നഹിയുണ്ട്. വഅന്നഹു ഇൻ ഫഅലഹു എന്നതിനു വേണ്ടിയും. വലിയന്നഹൂന്ന. ആ ഇമാമ് ഇൻ ഫഅലഹു ആ തഖ്സീസ് ചെയ്താല് ഫഖദ് ഖാനഹും, അവനെന്താണ് മൗമൂമിങ്ങളെ വഞ്ചിച്ചവനാണ് എന്ന് ഉള്ളത് കൊണ്ടും എന്നാ. അപ്പോ ലിന്നഹി എന്ന് പറഞ്ഞാൽ നെഹീന്റെ മേലെ അത്ഫാണ്. അന്നഹു ഇൻ ഫഅലഹു, അപ്പൊ വലിയന്നഹു ഇൻ ഫഅലഹു ഫഖദ് ഖാനഹും നാവും സനദുഹു ഹസനുൻ. അപ്പൊ ആ നെഹിന്റെയും എന്ന പോലെ അന്നഹു ഇൻ ഫഅലഹു ഫഖദ് ഖാനഹും എന്ന് പറയുന്ന രണ്ടും കൂടി ഒരു ഹദീസാ. അതിന്റെ സനദ് ഹസനാണ്. അപ്പൊ ഇല്ലി സിഹത്തുൽ ഖബരി എന്ന് പറഞ്ഞ പോലെ തന്നെ വേറൊരു കാരണമാണ്, തെളിവാണ് എന്തിന് ഇമാമ് ജമ്മിന്റെ ലഫ്ല് കൊണ്ടാക്കണം എന്നുള്ളതിന് വേറൊരു തെളിവാ. അപ്പൊ അവിടെ ശരിക്കും വലിന്നഹി എന്നല്ലേ വേണ്ടത്, നുസ്ഖയിലെ വാവില്ലാതെയാണ്. ഇനി വഖളിയത്തുഹു അന്ന സായിറൽ അദ്ഇയത്തി കദാലിക. അപ്പോ ഇമാം ഇങ്ങനെ തഖ്സീസാക്കിയാല് മൗമൂമിങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഖളിയ, അതായത് ആ നെഹീന്റെ ഖളിയ അന്ന സായിറൽ അദ്ഇയത്തി കദാലിക, കുനൂത്തല്ലാത്ത മറ്റു ദുആകള് കുനൂത്ത് പോലെ തന്നെയാണ് അതിന്റെ ഖളിയ. പക്ഷേ വയതഅയ്യനു ഹംലുഹു, ആ ഖളിയെ ഹംല് ചെയ്യണം, ആ നഹീനെ ഹംല് ചെയ്യണം. അലാ മാലം യരിദ് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഇമാമുൻ ബിലഫ്ദിൽ ഇഫ്രാദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് വാരിദാകാത്ത ഒന്നിന്റെ മേൽ ഹംല് ചെയ്യണം. എങ്ങനെ? വഹുവ ഇമാമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിസ്കരിക്കുമ്പോ വാരിദാകാത്തത്, ലഫ്ലുൽ ഇഫ്രാദ് കൊണ്ട് വാരിദാകാത്തത്. അല്ല, ഇമാമായി നിസ്കരിക്കുമ്പോ തന്നെ ഇഫ്രാദിന്റെ ലഫ്ല് കൊണ്ട് വാരിദായ കുറെ ദുആകളുണ്ട്.
അവിടെ പിന്നെ അത് മൻഹിയാണെന്നും അങ്ങനെ ചെയ്താല് ഖിയാനത്താണെന്നും പറയാൻ യാതൊരു മാർഗവുമില്ലല്ലോ. പിന്നെ അതുകൊണ്ട് പിന്നെ അതല്ലാത്തടത്താണ്. അപ്പൊ അല്ലാത്തടത്ത് ജമ്മാക്കണം, കുനൂത്തിൽ മാത്രം അല്ലാത്തടത്തും ജമ്മാക്കണം. ഇങ്ങനെ മുഫ്രദ് കൊണ്ട് വാരിദാകാത്തടത്ത്. അപ്പൊ അങ്ങനെ മുഫ്രദ് കൊണ്ട് വാരിദാകാത്തത് ഉണ്ടോ പറയാൻ? ബഹുവ കസീറുണ്ട്, അത് ഒരുപാടുണ്ട്. അത് ഒരുപാടുണ്ട് എന്ന് മാത്രമല്ല, ബൽ ഖാല ബഅദുൽ ഹുഫാദി, ഹദീസ് ഹുഫാദിൽ ചിലവർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അദ്ഇയത്തഹു കുല്ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ദുആകളും ബി ലഫ്ദിൽ ഇഫ്രാദി, ഇഫ്രാദിന്റെ ലഫ്ദ് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ജമ്മിന്റെ ലഫ്ദ് കൊണ്ടില്ല എന്ന്. അത് ശരിയല്ല. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ ലിസിഹത്തുൽ ഖബരി ബിദാലിക്കാന്ന്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ശരിയാവോ? ബഅദുൽ ഹുഫാദ് പറഞ്ഞ ശരിയാവോ? ശരിയാവില്ലല്ലോ. പിന്നെ വമിൻ സമ്മ ജറാ ബഅദുഹും അല ഇഖ്തിസാസിൽ ജമ്മി ബിൽ ഖുനൂത്തി. അപ്പൊ മുഴുവൻ ദുആകളും എന്ന് പറഞ്ഞാൽ കുനൂത്ത് അല്ലാത്ത മുഴുവൻ ദുആവും എന്ന് പറഞ്ഞാല് ആ ബഅദുൽ ഹുഫാദ് പറഞ്ഞതിലേക്ക് അത് ശരിയാകാൻ സാധ്യതയുണ്ട്. പിന്നെ വമിൻ സമ്മ ജറാ ബഅദുഹും അല ഇഖ്തിസാസിൽ ജമ്മി ബിൽ ഖുനൂത്തി. കുനൂത്തിന് മാത്രമേ ഉള്ളൂ എന്ത് ജമ്മ് ഖാസാകുന്നത്. അപ്പൊ കുനൂത്തിലാണ് ഏതാ പറയുന്നത്? പിന്നെ ജമ്മിന്റെ മുഫ്രദായ ദ്വാരക്കല് നെഹിയാണ് എന്നും മൻഹിയാണ്, അത് പാടില്ല എന്നും അങ്ങനെ ചെയ്താൽ ഖിയാനത്താണ് എന്നൊക്കെ പറയുന്ന കുനൂത്തിലാണ്. ബാക്കി എല്ലാ ദുആയിലുമോ ഇമാം മുഫ്രദാക്കി തന്നെ ദ്വാരക്കേണ്ടത് എന്ന് ചിലവര് പറഞ്ഞു. ഇത് കുനൂത്തുമായി ഖാസാണ് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ എല്ലാ ദുആവും എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലുള്ള എല്ലാ ദുആവും എന്ന് പറഞ്ഞാല് പിന്നെ അതിനൊരു തൗജീഹ് പറയാം. പക്ഷെ മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ദുആവും എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നിസ്കാര ശേഷമുള്ള ദുആ ജമ്മിന്റെ ലഫ്ദ് കൊണ്ട് വന്നതുണ്ടല്ലോ. ഖത്മുൽ ഖുർആന്റെ ദുആയിൽ ജമ്മിന്റെ ലഫ്ദ് കൊണ്ട് വന്നതുണ്ട്. എന്ന പോലെ അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വ ബൈന മഅസിയതിക എന്ന് പറഞ്ഞ എല്ലാ മജ്ലിസിലും ദുആ ഇറക്കും എന്ന് പറഞ്ഞ സഹാബത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മജ്ലിസിലും ദുആ ഇറക്കാറുണ്ട്. ഈ ദുആ എന്ന് പറഞ്ഞാൽ അതിൽ ജമ്മിന്റെ ലഫ്ദ് കൊണ്ടാണ്. റിയാദ് സ്വാലിഹിലൊക്കെ ഉദ്ധരിച്ച ഹദീസ് ഉണ്ടല്ലോ. അപ്പൊ അത് ജമ്മിന്റെ ലഫ്ദ് കൊണ്ടാ. അപ്പൊ ഈ ബഅദുൽ ഹുഫാദ് പറഞ്ഞാലും ശരിക്കും മുഷ്കിലാണ്. അങ്ങനെ പറ്റൂല. ജമ്മിന്റെ ലഫ്ദ് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് തന്നെ കാണുന്നുണ്ട്. പിന്നെ ഒരു ആഫിലിങ്ങൾ നോക്കിയാൽ എന്താണ് കാണണമല്ലോ, ഏതായാലും കാണണം. അപ്പോ ജമ്മിന്റെ ലഫ്ദ് കൊണ്ട് കുനൂത്തിന്റെ അവിടെ വന്നിട്ടുണ്ട്, അല്ലാത്ത ദുആകളും വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ശരിയാവില്ല. അപ്പൊ ആ കുനൂത്ത് കൊണ്ട് ഖാസാണെന്ന് പറഞ്ഞത് എന്താണ്? അങ്ങനെ തന്നെ. ഇനി ഫുരിഖ ബി അന്നൽ കുല്ല മൗമൂറൂന ബിദ്ദുആ ഇല്ലാ ഫീഹി. അപ്പൊ കുനൂത്തില് മാത്രമാണ് എന്ന് പറയാൻ, ബാക്കിയുള്ളിടത്തൊക്കെ എന്താണ്? നിസ്കാരത്തിന്റെ ബാക്കിയുള്ള ദുആ, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, തശഹുദിന്റെ ശേഷമുള്ള ദുആ, അതുപോലെ ഇഫ്തിതാഹിന്റെ ദുആയിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായായ, ഇങ്ങനെയൊക്കെ മുഫ്രദാകാൻ കാരണം എന്താ? അവിടെ ഒന്നും ജമ്മാക്കേണ്ടതില്ല. കുനൂത്തിന് മാത്രം അല്ലാഹുമ്മ ഹ്ദിനാ ഇങ്ങനെ ജമ്മാക്കണം. അതിന് ഫുരിഖ, കുനൂത്തിന്റെയും മറ്റുള്ളതിന്റെയും ഇടയിൽ ഫർക്കാക്കി ബി അന്നൽ കുല്ല, എല്ലാവരും മൗമൂമിങ്ങളും ഇമാമും എല്ലാവരും മൗമൂറൂനെ കൽപ്പിക്കപ്പെട്ടവരാണ്, ബിദ്ദുആ ദുആ ഇറക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്, ഇല്ലാ ഫീഹി കുനൂത്തിലൊഴിച്ച്. ഫൈനൽ മൗമൂമ, കാരണം തീർച്ചയായും ഈ മൗമൂമു ഫൈനൽ മൗമൂമ യുഅമ്മിനു ഫഖത്ത്, എവിടെ കുനൂത്തിൽ ആമീൻ പറയുക ചെയ്യണ്ടേ. കുനൂത്തിൽ ആമീൻ പറയണമെങ്കിൽ ജമ്മായിട്ട് ഇതായിരുന്നു കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് അവിടെ നെഹി വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് തഖ്സീസാക്കിയിട്ട് പറഞ്ഞിട്ട് പിന്നെ പറയാം വല്ലതിയത്തെ ജീവ, എന്നാൽ ഈ വിഷയത്തിൽ ന്യായമായത് ഇജ്മാഉ ബിഹി കലാമുഹും, അയിമ്മത്തിന്റെ കലാമ ആ ഒന്നുകൊണ്ട് ജമ്മാവുകയും ചെയ്യും. അങ്ങനത്തെ ഒന്നാകുന്നത് വൽ ഖബറു, ഖബറും ജമ്മാകും. അയിമ്മത്തിന്റെ കലാമും ഹദീസും ജമ്മാക്കുന്ന ഒന്ന് എന്ന പോലെ ന്യായമായ ഒന്ന് അന്നഹു ഹൈദു ഇഖ്തറാ ദഅവത്തൻ, ആ ഇമാമ് ഒരു ദുആ ഇഖ്തിറാഅ് ചെയ്തു, സ്വന്തം ഉണ്ടാക്കി, വാരിദായ ദുആ അല്ലാത്ത ഉണ്ടാക്കിയാൽ കുരിഹലഹുൽ ഇഫ്രാദു, അവിടെ എന്താകണം? ഇഫ്രാദ് കറാഹത്താണ്. ഫഹാദാ ഹുവ മഹല്ലു നഹി, ഇതാണ് നഹീന്റെ മഹൽ. അതാ കുനൂത്ത് മാത്രമല്ല, അല്ലാതെ വേറൊരു ദുആ എന്താണ്? ഇപ്പൊ വാരിദ് അല്ലാത്തൊരു ദുആ സുജൂദിലോ അല്ലാത്തൊരു സ്ഥലത്തോ ഇയാള് ദുആർന്ന് കഴിഞ്ഞാല് അപ്പൊ ജമ്മാക്കണം. ഹൈസു അത്താബിൽ മൗസൂരി ബി മൗസൂരിൻ,
മങ്കൂലായ മഹസൂറായ ഒരു ദുആ കൊണ്ടുവന്നാല് അവിടെ എങ്ങനെയാണുള്ളത് അതുപോലെ ചെയ്യണം. അതാ ഇത്തബായ ലഫ്ലഹു, അത് മുഫ്രദായ ലഫ്ലാണ് മുഫ്രദു ചെല്ലണം, ജമ്മിന്റെ ലഫ്ലാണ് ജമ്മി ചെല്ലണം. അങ്ങനെയാണ്. ഇനി വസ്സഹീഹു സന്നുസ്സലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇനി സഹീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചെല്ലണം ആഖിറഹു ഖുനൂത്തിന്റെ അവസാനം, ലിസിഹത്തിഹി ഫി ഖുനൂത്തിൽ വിത്തിരി, കാരണം ആ സലാത്ത് സഹീഹായി വന്നിട്ടുണ്ട് ഫി ഖുനൂത്തിൽ വിത്തിരി, വിത്തറിന്റെ ഖുനൂത്തില് വന്നിട്ടുണ്ട്. ആ സലാത്തിനെ പറയൽ അതാ സിഹത്തി ഹി എന്ന് പറഞ്ഞാൽ ദിക്റുസ്സലാത്ത് എന്നർത്ഥം. ഹി എന്ന് പറഞ്ഞ അമീർ സലാത്തിലേക്ക് എങ്ങനെ മടങ്ങും. അപ്പൊ ഷെർവാനി എന്താക്കി, കുനൂത്തിന്റെ അവസാനം സലാത്ത് പറഞ്ഞത് എന്ത് ചെയ്തിട്ടുണ്ട്, വിത്തറിന്റെ കുനൂത്തിൽ സഹിയായിട്ടുണ്ട്. ഇപ്പൊ വിത്തറിന്റെ കുനൂത്തിൽ ഖിയാസാക്കിയിട്ടാണല്ലോ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ഇതും അല്ലദീ അല്ലമഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിത്തറിന്റെ കുനൂത്തിനെ അതെങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുലിൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുമ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. മഅ സിയാദത്തി ഫാഇൻ, ആ കുനൂത്തില് എന്താണ് ഫഇന്നക എന്നുള്ള ഇന്നക്കന്റെ അവിടെ മഅ സിയാദത്തി ഫാഇൻ ഫി ഇന്നക, ഇന്നക്ക എന്നുള്ളിടത്ത് ഫാ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വാവിൻ ഫി ഇന്നഹു വൈന്നഹു എന്നിങ്ങനെ വാവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർധനവുണ്ട് എന്ന് മുമ്പ് പറഞ്ഞല്ലോ. അത് ഈ എന്താണ് പഠിപ്പിച്ച കുനൂത്തിന്റെ റിവായത്തിലാണ്. ബിലഫ്ലി വസല്ലല്ലാഹു അലൻ നബിയ്യി എന്നാണ് ആ സലാത്തുള്ളത്. ലിസിഹത്തിഹി ഫി ഖുനൂത്തിൽ വിത്തിരി. അപ്പൊ ആ സലാത്ത് പറയല് സഹീഹായിട്ടുണ്ട് ബിലഫ്ലി എന്നിങ്ങനെ. ആ ബിലഫ്ലി എന്ന് പറഞ്ഞത് പിന്നെ സിഹത്തിഹി എന്നതിനോട് ബന്ധിച്ചതാ. ആ ലഫ്ല് കൊണ്ട് സഹീഹായിട്ടുണ്ട് എന്നിങ്ങനെ ഗർദി പറഞ്ഞു. പിന്നെ ഇനി വഖറജ ബി ആഖിരിഹി അല്ല വഖീസ ബിഹി ഖുനൂത്തു സുബ്ഹി, ഇതിപ്പോ പിന്നെ ഖുനൂത്തുൽ വിത്തറിലാണല്ലോ പറഞ്ഞത്. അപ്പൊ ഖുനൂത്തുൽ വിത്തറിലാകുമ്പോ സുബഹിന്റെ ഖുനൂത്തോ അതതിന്റെ മേൽ ഖിയാസാണ്. ഖീസ ബിഹി എന്ന് പറഞ്ഞാൽ ഖുനൂത്തുൽ വിത്തറിനോട് ഖിയാസാണ് ഖുനൂത്തു സുബ്ഹ്. ഇനി വഖറജ ബി ആഖിരിഹി, അവസാനം എന്താണ് സലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യം വേണ്ട. ഖറജ ബി ആഖിരിഹി, ആഖിരിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഖാരിജായി അവ്വലുഹു ഖുനൂത്തിന്റെ തുടക്കം. അപ്പൊ സലാത്തില്ല. ഫലാ യുസന്നു ഫീഹി, അവ്വലില് സലാത്ത് സുന്നത്തില്ല. ഖിലാഫൻ ലിമൻ സഅമഹു, ചിലർ അങ്ങനെ വേണം എന്ന് പറഞ്ഞു. വലാ നളറ ലി കൗനിഹ തുസന്നു അവ്വല ദുആഇ, നോട്ടമില്ല. വലാ നളറ പരിഗണനയില്ല. ലി കൗനിഹ തുസന്നു, ആ സലാത്ത് സുന്നത്താണല്ലോ അവ്വല ദുആ, എല്ലാ ദുആന്റെയും തുടക്കത്തിൽ വേണ്ടേ, ഖുനൂത്ത് ദുആ അല്ലേ. അപ്പൊ ആദ്യം സലാത്ത് ചെല്ലണ്ടേ എന്ന് ഇതിലേക്ക് നോട്ടമില്ല. കാരണം ലിഅന്നഹാദ, ഈ ഖുനൂത്ത് മുസ്തസിന, അത് പൊതുവേ ഉള്ള ദുആകളിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യപ്പെട്ടതാണ്. മൊത്തം എന്താണ് ദുആന്റെ അവസ്ഥയല്ലത്, അതൊരു പ്രത്യേക ദുആയ. അപ്പൊ ആ ഇസ്തിസ്നയാകാൻ കാരണം എന്താ, റിയായത്തല്ലിൽ വാരിദി ഫീഹി, ആ ഖുനൂത്തില് വാരിദിനെ പരിഗണിച്ചതിന് വേണ്ടി. അവിടെ അവസാനം സലാത്ത് ചെല്ലിയിട്ടുള്ളൂ, ആദ്യം സലാത്ത് ചെല്ലിയിട്ടില്ല, ഇടക്ക് സലാത്ത് ചെല്ലിയിട്ടില്ല, അതൊന്നുമില്ല. ദുആ എല്ലാ ദുആന്റെ ആദാബ് പരിഗണിക്കുകയാണെങ്കിൽ ആദ്യം ഹംദും വേണ്ടേ, അവസാനം ഹംദു വേണ്ടേ, അതൊന്നുമില്ലല്ലോ. അപ്പൊ അതാ പറഞ്ഞത്. യുസന്നു ഐദൻ അസ്സലാമു, സലാത്ത് വേണമെന്ന് പറഞ്ഞു, സലാമും വേണം, അതും സുന്നത്താണ്. സല്ലല്ലാഹു വസല്ലമ, അത് പിന്നെ നേരത്തെ സല്ലല്ലാഹു അലൻ നബി എന്നെ പിന്നെ വിത്തറിന്റെ ഖുനൂത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ സലാമും പറയണം. അത് സലാത്ത് പറയുന്നിടത്ത് സലാം പറയണം എന്നുള്ളത് ഖുർആന്റെ കൽപ്പനയാണ്. സല്ലു വസല്ലിമു അലൈഹി അങ്ങനല്ലേ. അപ്പൊ സലാത്തും സലാമും വേണം. ദിക്റുല്ലാലി, ആലിനെയും പറയണം. വയലഹറവൻ യുക്കാസ ബിഹിം സാഹിബു, ആല് മാത്രല്ല അപ്പൊ സഹാബത്തിനെയും പറയണം. ലാഹിറാണ് യുക്കാസ ബിഹിം, ആലിനോട് ഖിയാസാക്കണം, സാഹിബു സഹാബത്തിനെ ഖിയാസാക്കണം. അപ്പൊ സലാത്ത് മാത്രല്ല, ഖുനൂത്ത് കഴിഞ്ഞ് സലാമും പറയണം, ആലിനെയും പറയണം, സഹാബത്തിനെയും പറയണം. ലി ഖൗലിഹിം, അത് ഖിയാസാക്കണം എന്നുള്ളത് എന്തിനാ കാരണം, ഇമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. യുസ്തഫാദു സന്നുസ്സലാത്തി അലൈഹിം, ഈ സഹബിന്റെ മേലുള്ള സലാത്ത് സുന്നത്താണ് എന്ന് യുസ്തഫാദു ഫായിദ ഒപ്പിക്കപ്പെടും. എന്തിൽ നിന്ന്, മിൻ സന്നിഹ, ആ സലാത്ത് സുന്നത്താണ് എന്നതിൽ നിന്ന് ഫായിദ ഒപ്പിക്കപ്പെടും. ആർക്ക് സലാത്ത് സുന്നത്താണ്, അലൽ ആലി, ആലിന് സലാത്ത് സുന്നത്താണ് എന്നതിൽ നിന്ന് സാഹിബിനും സലാത്ത് സുന്നത്താണ് എന്ന് കിട്ടും. കാരണം എന്താ, ലിഅന്നഹ സലാത്ത് ഇദാ സുന്നത്ത് അലൈഹിം,
ആ ആലിന് സുന്നത്തായി കഴിഞ്ഞാൽ, അലൈഹിം എന്ന് പറഞ്ഞാൽ ആലിന് സുന്നത്തായി കഴിഞ്ഞാൽ, വഫീഹിം ഏതവസ്ഥയിൽ ആ ആലിലുണ്ട് മൻ ലൈസു സഹാബത്തൻ സഹാബി അല്ലാത്തവരുണ്ട്. അല്ലെ, ആല് എന്ന് പറഞ്ഞാൽ മന്ദഹറുമ അലൈഹി സക്കാത്തല്ലേ. ആ ആല് ഇപ്പോഴും ഉണ്ടല്ലോ. സുഹബത്തില്ലാത്ത എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമുള്ള ഇങ്ങോട്ടുള്ള എല്ലാ ആലും എന്താണ്, സുഹബത്തില്ലാത്ത ആലാണ്. അപ്പൊ ആലിന് സലാത്ത് സുന്നത്തുണ്ട് എന്ന് പറയുമ്പോ എന്താണ്, സുഹബത്തില്ലാത്തവർക്കും സുന്നത്തുണ്ടല്ലോ. അപ്പോ ഫഅല സഹാബത്തി ഔല, അപ്പൊ സുഹബത്തുള്ളവർക്ക് ഔലയാണ് എന്ന് പറഞ്ഞാല് ആലല്ലാത്ത സുഹബത്തുള്ളവർക്ക് ഔലയാണ്. ആലാകുക സഹാബിയാകുക എന്നത് നോക്കുമ്പോ സുഹബത്തില്ലാത്ത ആല് ആയവർക്ക് സലാത്ത് സുന്നത്താണെങ്കിൽ ആലല്ലാത്ത സുഹബത്തുള്ളവർക്ക് എന്താണ്, സലാത്ത് സുന്നത്തുണ്ട് എന്ന് വരും. അവര് ഔലയാണ് എന്ന് വരും. അത് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സുമ്മ റഅയ്തു ശാരിഹൻ സറഹ ബിദാലിക, അത് ഔലയാണ് എന്ന് പറയാൻ കാരണം ഇത് ഇൽമിന്റെ മഹത്വമാണ് എന്ന് പറഞ്ഞല്ലോ. സഹാബത്തിനുള്ളത് ഇൽമിന്റെ മഹത്വമാണ്, മറ്റേതോ അത് ബലഅത്തിന്റെ മഹത്വമാണ്. അപ്പോ ബലഅത്തിന്റെ മഹത്വം ഇൽമിന്റെ മഹത്വം കൊള്ള നോക്കുമ്പോ ഇൽമിന്റെ മഹത്വത്തിനാണ് മഹത്വം കൂടുതൽ എന്ന് അത് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. പിന്നെ സുമ്മ റഅയ്തു ശാരിഹൻ സറഹ ബിദാലിക, അപ്പൊ ഇങ്ങനെ എന്താണ് യൽഹറു എന്ന് ബഹ്സായിട്ടാണ് ഇപ്പൊ സഹാബത്തിന് സലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞത്. പിന്നെ റഅയ്തു ശാരിഹൻ, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ശാരിഹ് അത് സരീഹാക്കി കണ്ടു, സഹാബത്തിനും എന്താണ് ബിദാലിക്ക എന്ന് പറഞ്ഞാല് ആ സാഹബിനെ ആലിന്റെ മേൽ ഖിയാസാക്കി കൊണ്ട് അവർക്കും സലാത്ത് ചെല്ലൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞതായി കണ്ടു എന്നാ. അപ്പോ സല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹബിഹി, അങ്ങനെയാണല്ലോ സാധാരണ ചെല്ലല്. പിന്നെ ഫൈൻ കുൽത്ത, അപ്പോ ഒരു ഇഷ്കാല് പറഞ്ഞാൽ എന്താ നീ പറയുന്നത്, യുനാഫിഹി, അതിനോട് എതിരാണല്ലോ. അതായത് സഹാബത്തിനെ പറയുന്നതിനോട് എതിരാണല്ലോ ഇത്ബാഖുഹും, അവർക്ക് സലാത്ത് ചെല്ലണം എന്ന് പറയുന്നതിനോട് എതിരാണല്ലോ ഇത്ബാഖുഹും, അയിമ്മത്തിന്റെ ഇത്തിഫാഖ് അല അദിമി ദിക്രിഹ ഫി സലാത്തി തശഹുദി. തശഹുദിന്റെ സലാത്തിൽ സഹാബത്തിനെ പറഞ്ഞിട്ടില്ലല്ലോ. അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് സലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞെടുത്ത് താമായ സലാത്ത് പറഞ്ഞെടുത്ത് ഇബ്രാഹിമിയായ സലാത്ത്, അതിൽ ആല് മാത്രമല്ലേ ഉള്ളൂ, സഹാബത്തില്ലല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഖിയാസാക്കിയിട്ട് ഔലയാണെന്ന് പറഞ്ഞാൽ അവിടെയും പറയണ്ടേ, അവിടെ അയിമത്ത് പറഞ്ഞിട്ടുമില്ലല്ലോ, അങ്ങനെ ഖിയാസാക്കിയിട്ടുമില്ലല്ലോ. അപ്പൊ അതെന്താ പിന്നെ കുനൂത്തിന്റെ അവിടെ മാത്രം കുൽത്തു, അതിന് മറുപടി യുഫറഖു, ഈ അത്തഹിയാത്തും കുനൂത്തും ഫർക്കാക്കും ബി അന്നഹും, അവര് സമ്മ, ആര് അയിമത്ത് എന്നർത്ഥം, നമ്മൾ അസഹാബ് സമ്മ. പിന്നെ അത്തഹിയാത്തിന്റെ അവിടെ തശഹുദിന്റെ അവിടെ ഇഖ്തസറു അലൽ വാരിദി, വാരിദിന്റെ മേൽ മതിയാക്കി. പിന്നെ വഹുന ഇവിടെ കുനൂത്തിന്റെ അവിടെ ലം യഖ്തസിറു അലൈഹി, വാരിദിന്റെ മേൽ മതിയാക്കിയില്ല. എന്താ വ്യത്യാസം? അതിന് കാരണം പറയുന്നുണ്ട്. ബൽ സാദു ദിക്റൽ ആലി ബഹ്സൻ, കണ്ടോ, ഇവിടെ ആണെങ്കിൽ ശരിക്കും ആലിനെ തന്നെ പറഞ്ഞിട്ടില്ല, മറ്റോടത്ത് ആലിനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇബ്രാഹിമിയ സലാത്ത് പറഞ്ഞപ്പോ ആല് പറഞ്ഞിട്ടുണ്ടല്ലോ, കമാ സല്ലൈത അല ആലി ഇബ്രാഹിമ, അതും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, അവര് വാരിദിന്റെ മേല് മതിയാക്കിയിട്ടില്ല, അവിടെ മതിയാക്കി. ബൽ സാദു, ഇവിടെ കുനൂത്തിന്റെ അവിടെ അവർ വർദ്ധിപ്പിച്ചു, ആലിനെ പറയല് എന്നെ ബഹ്സായി വർദ്ധിപ്പിച്ചതാ. ഫഖിസ്നാബിഹിം, അപ്പൊ നമ്മൾ അതിന്റെ മേല് ഖിയാസാക്കി അസഹാബിനെ ഖിയാസാക്കി. ലിമാ അലിംത, നീ മനസ്സിലാക്കിയല്ലോ. എന്താ മനസ്സിലാക്കിയത്? പറഞ്ഞില്ലേ, പിന്നെ യുസ്തഫാദു എന്ന് പറഞ്ഞ കൗലുണ്ടല്ലോ, സന്നുസ്സലാത്തി അലൈഹിം എന്ന് അവരാ പറഞ്ഞത്, നമ്മളും പറഞ്ഞു. വക്കാന്നൽ ഫർക്ക്, അപ്പൊ അത്തഹിയാത്തും ഇതുമായിട്ട് അവിടെ വാരിതുകൊണ്ട് മതിയാക്കി, ഇവിടെ വാരിതുകൊണ്ട് മതിയാക്കി ഇല്ല എന്നുള്ളതിന് അതിന് കാരണം വേണ്ടേ? അതിന് ഫർക്കുണ്ട്. എന്താണ്? കാന്നൽ ഫർക്ക് അന്ന മുഖാബലത്തൽ ആലിബി ആലി ഇബ്രാഹിം ഫി അക്സരി റിവായാത്തി. ആ തശഹുദിന്റെ സലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആലുമായിട്ട് മുഖാബലത്ത് ചെയ്തു, നേരിടിച്ചു. അത് സമ്മ, ആ തശഹുദിന്റെ അവിടെ തക്തലി, ആ മുഖാബലത്ത് തേടി അദ്മ താറുലിൽ ഗൈരിഹിം, അവരല്ലാത്തവരെ പരാമർശിക്കാതിരിക്കലിനെ തേടി. വഹുന, കുനൂത്തിന്റെ അവിടെ ലാ മുക്തലീലി ദാലിക, അങ്ങനെ പരാമർശിക്കാതിരിക്കലിനെ തേടുന്നൊരു കാര്യമില്ല. അവിടെ ആ മുഖാബലത്തുള്ളതുകൊണ്ട് അത് മതിയാക്കി. സഹാബത്ത് പിന്നെ പറഞ്ഞാൽ അതിന്റെ മുഖാബലത്ത് പിന്നെ ആരാ ഉണ്ടാകുക? മുഖാബലത്ത് പറയാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതവിടെ മതിയാക്കി. ഇവിടെ അങ്ങനെ മതിയാക്കില്ല. ഫൈൻകുൽത്ത്, അപ്പൊ വീണ്ടും ഒരു ഇഷ്കാല്, നീ പറഞ്ഞ ലിമലം യുസന്നു ദിക്റുൽ ആലിഫി തശഹുദിൽ അവ്വലി,
ഒന്നാമത്തെ തഹിയ്യാത്തിൽ ആദ്യത്തെ തശഹുദിൽ ആല് പറയാത്തെന്താ? കുനൂത്തിന്റെ അവിടെ എന്താണ് ആല് പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ബഹ്സായി പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? എന്നാ തശഹുദിന്റെ അവിടെയും എന്താണ് ബഹ്സായിട്ട് ആലിനെ പറയണ്ടേ? എന്നിട്ട് പിന്നെ സാഹിബിനെ പറയലും ആ സാഹിബത്തിനെ പറയലും ഖിയാസാക്കിയിട്ട് വരുമല്ലോ. അതെന്താ ചെയ്യാഞ്ഞത്? വമൽ ഫർഖു ബൈനഹു ബൈനൽ കുനൂത്തി, ഒന്നാമത്തെ തഹിയ്യാത്തും എന്ന പോലെ കുനൂത്തും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? അതായത് അതിന്റെ ശേഷമുള്ള സലാത്തുകൾ തമ്മിൽ എന്താ വ്യത്യാസം എന്നാ? ഖുൽതു യുഫ്റഖു ബി അന്ന ഹദാ മഹല്ലു ദുആഇൻ ഫനാസബ ഖത്മുഹു ബിദ്ദുആഇ ലഹും. അപ്പൊ ഇത് ഏത് ഈ കുനൂത്ത് എന്നുള്ളത് ബി അന്ന ഹാദാ, ഈ കുനൂത്ത് എന്നുള്ളത് മഹല്ലു ദുആഇൻ, അത് ദുആഇന്റെ മഹല്ലാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫിമൻ ഹദൈത എങ്ങനല്ലേ തുടങ്ങുന്നത്? അപ്പൊ നാസബ ഖത്മുഹു, ആ ദുആഇനെ പൂർത്തീകരിക്കൽ മുനാസബത്തായി ബിദ്ദുആഇ ലഹും, ആ ആലിന് ദുആയിരുന്നുകൊണ്ട് അതിന്റെ മേലില് പിന്നെ സാബത്തിനും ദ്വാരക്കണം. അങ്ങനെ ബിഖിലാഫി ദാക്ക, ഒന്നാമത്തെ തശഹുദിനെതിരായിട്ട്. അത് തശഹുദ് എന്ന് പറഞ്ഞാൽ ദുആ അല്ലല്ലോ. അങ്ങനെ ഇനി വലൗ ഖറഅൽ മുസല്ലി, മുസല്ലി ഓതിയാൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള ഒരു ആയത്ത് ഓതുക അല്ലെങ്കിൽ ഒന്ന് കേൾക്കുകയോ ചെയ്താൽ നിസ്കരിക്കുന്ന ആള് സലാത്ത് ചെല്ലണമെന്നാ. വലൗ ഖറഅൽ മുസല്ലി, മുസല്ലി ഓതിയാൽ നിസ്കരിക്കുന്ന ആൾ ഓതി, ഔ സമിയ അല്ലെങ്കിൽ കേട്ടു, ആയത്തിനെ കേട്ടു അല്ലേ ഓതി. അപ്പൊ ഖറഅ സമിയ രണ്ടിന്റെ മഫൂലാണ് ആയത്തെന്നുള്ളത്. തനാസു ഉണ്ട് എന്നർത്ഥം. ഒരായത്തിന് ഓതിയല്ലേ ഒരായത്തിന് കേട്ടു. ഫിഹ ആയത്തിലുണ്ട് ഇസ്മു സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുണ്ട്. ലം തുസ്തഹബ്ബ സ്വലാത്തു അലൈഹി, അപ്പോ എന്താണ് നിസ്കാരത്തിലായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ഇല്ലൽ സുന്നത്തില്ല. കമാ അഫ്താ ബിഹിൽ മുസന്നിഫു, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫത്താവയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വുറൂദില്ലാത്തോണ്ട് അതുകൊണ്ട് ബുഖുലൊന്നും വരൂല. വയുസന്നു അല്ലാ യുതവ്വിലൽ കുനൂത്ത, പിന്നെ കുനൂത്ത് നീട്ടാതിരിക്കല് സുന്നത്താണ്. ഫൈൻ തവ്വലഹു, അപ്പൊ നീട്ടിയാലോ ഫസയത്തി ഖരീബൻ, അതിന്റെ ഹുക്കുമ് ആ ശേഷം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വസ്സഹീഹു, സഹീഹ് സന്നു റഫഇ യദൈഹി, രണ്ട് കൈ ഉയർത്തൽ സുന്നത്താണ്. ഫി ജമീഇൽ ഖുനൂത്തി വസ്സലാത്തി വസ്സലാമി ബഅദഹു ലില്ലിത്തിബാഇ, അതായത് കുനൂത്ത് മുഴുവൻ എന്ന് പറഞ്ഞാൽ കുനൂത്ത് രണ്ട് ഭാഗം. ആദ്യം അല്ലാഹുമ്മ ഹ്ദിനി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ദുആ ആണ്. പിന്നെ ഫഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക എന്നിങ്ങോട്ടുള്ളത് സനാഉ ആണ്. അപ്പൊ അത് രണ്ടിലും കൈ ഉയർത്തണം, അല്ല ദുആന്റെ അവിടെ മാത്രം കൈ ഉയർത്തലല്ല. അതിനാ ജമീൽ കുനൂത്തി എന്ന് പറയുന്നത്. പിന്നെ വസ്സലാത്തി വസ്സലാമി ബഅദഹു, കുനൂത്തിന്റെ ശേഷമുള്ള സലാത്ത് സലാമിന്റെ അവിടെ എല്ലാം കൈ ഉയർത്തണം. ലില്ലിത്തിബാഇ വസനദുഹു സഹീഹുൻ ഔ ഹസനുൻ, സഹീഹന്നെ അല്ല ചിലര് ഹസൻ എന്ന് പറഞ്ഞു എന്നർത്ഥം. പിന്നെ വഫാറഖ നഹ്വ ദുആഇൽ ഇഫ്തിതാഹി വത്തശഹുദി, അപ്പൊ ദുആഉൽ ഇഫ്തിതാഹിന്റെ അവിടെ കൈ ഉയർത്തലില്ലല്ലോ, തശഹുദിന്റെ അവിടെയും അതിന്റെ ദുആയിലും കൈ ഉയർത്തലില്ല. അതും ഇതും എന്താ വ്യത്യാസം? ബി അന്ന ലിയദൈഹി, എന്തുകൊണ്ട് ഫർക്കായി? ബി അന്ന ലിയദൈഹി, അവന്റെ രണ്ട് കയ്യിനുണ്ട് എന്നതുകൊണ്ട് ഫർക്കായി, വ്യത്യാസമായി. വലീഫത്തൻ, ജോലിയുണ്ട്, ധർമ്മമുണ്ട്, സമ്മ അവിടെ എവിടെ ഇഫ്തിതാഹിന്റെ ദുആന്റെ സമയത്ത് കയ്യിന് വേറെ പണിയുണ്ട്, തശഹുദിന്റെ അവിടെയും കയ്യിന് വേറെ പണിയുണ്ട്. ലാഹുന, കുനൂത്തിന്റെ അവിടെ വേറെ പണിയില്ല. അപ്പൊ അവിടെ വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് കൈ ഉയർത്തിയല്ല, അതിന്റെ കൂടെ കൈ ഉയർത്തിയിട്ട് പിന്നെ നെഞ്ചിന് താഴെയായിട്ട് വെക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് അവിടെ വെക്കണം. ഏതുവരെ വെക്കണം? ആ ഖിയാമ് ഫാത്തിഹയും അതിന്റെ ശേഷമുള്ള സൂറത്തും ഒക്കെ ഓതി തീരുന്നവരെ കൈ അവിടെ തന്നെ വെക്കണം. അതാണ് അതിന്റെ വലീഫ എന്ന് പറഞ്ഞാല്. എന്നപോലെ അത്തഹിയാത്തിന്റെ സമയത്തോ അതിന്റെ ശേഷമുള്ള ദുആന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കൈ മുട്ടിനോട് അടുപ്പിച്ച് അവിടെ വെക്കണമല്ലോ, അല്ലെ? അത് ഏതുവരെ? ആ സലാം വീട്ടി തീരുന്നവരെ വെക്കണം എന്നാ. അതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് കൈമാറ്റരുത്. അപ്പൊ അതുവരെ അവിടെ ജോലിയുണ്ട്. വലീഫത്തുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് വാരിദായൊരു വലീഫത്തുണ്ട്, അതുകൊണ്ടാണത്. ലാഹുന, ഇവിടെ എന്തില്ല? വേറെ വലീഫത്തില്ല. അപ്പൊ വേറെ വലീഫത്തില്ലാതിരിക്കുമ്പോ എന്താണ്? ആ ദുആ എന്ന നിലയ്ക്ക് അതിന്റെ പരിഗണനയിൽ ഇവിടുത്തെ കാര്യം എന്തായി? കൈ ഉയർത്തലായി. അപ്പൊ അവിടെ കൈക്ക് വേറെ പണിയുണ്ട്, അതുകൊണ്ട് അത് അതുപോലെ ചെയ്യുക. ഇവിടെ കൈക്ക് വേറെ പണിയില്ല, അപ്പൊ അതുകൊണ്ട് കൈ ഉയർത്തുക. ഈ കൈ ഉയർത്തിയോ സഹിയായിട്ട് ഹദീസിൽ വന്നു എന്ന് പറഞ്ഞു, അല്ലെ? പിന്നെ അപ്പൊ അതാണ് അതിന്റെ ഹിക്മത്ത്. അപ്പൊ വമിൻഹു യുലമു, അതിന്ന് അറിയപ്പെട്ടു
റദ്ദു മാക്കയില, പറയപ്പെട്ട ഒന്നിന്റെ റദ്ദ്. എന്താ പറയപ്പെട്ടത്? ആ മാക്കയില അസുന്നത്തു ഫിൽ ഇഅ്തിദാലി, ഇഅ്തിദാലിൽ സുന്നത്ത് ജഅലു യദൈഹി തഹത്ത സദ്രിഹി കൽ ഖിയാമി, നിസ്കരിക്കുന്നവൻ അവന്റെ രണ്ട് കയ്യിനെ വെക്കലാണ്, നെഞ്ചിന് താഴെയായി വെക്കലാണ്, കൽ ഖിയാമി, ഖിയാമിൽ വെക്കും പോലെ എന്ന് പറഞ്ഞത് ഇവിടെ എന്തായി? ഈ ഫർക്ക് കൊണ്ടിട്ട് അറിയപ്പെട്ടു, അതിന്റെ റദ്ദ് അറിയപ്പെട്ടു. അപ്പൊ ഖിയാമ് പോലെ അവിടെ വെക്കണം മുമ്പ് പറഞ്ഞിരുന്നു, കൈ താഴ്ത്തിയിടണം എന്ന് പറഞ്ഞു. സമി അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞിട്ട് പിന്നെ കൈ താഴ്ത്തിയിടണം, അവിടെ കൈ നെഞ്ചത്ത് വെക്കുകയാണ് ഖിയാമ് പോലെ എന്നുള്ളതിന്റെ റദ്ദ് ശേഷം വരും എന്ന് പറഞ്ഞ ഇതാണത്. റദ്ദെന്താ? ഇവിടെ കൈക്ക് വേറെ വലീഫത്തില്ല, ഇഅ്തിദാലില് പ്രത്യേക വലീഫത്തില്ല, അപ്പൊ താഴ്ത്തിയിടുക വേണ്ടത്. വലീഫത്ത് ഉണ്ട് എവിടെ? ഖിയാമില്. ആ ഖിയാമില് വലീഫത്ത് ഉള്ളത് കൊണ്ടാണ് എന്ത്, ആ വലീഫത്തിന്റെ നിർവഹണം എന്ന നിലക്ക് കൈ നെഞ്ചിന്റെ താഴെ വെക്കുന്നത്. ഇവിടെ വലീഫല്ല, അപ്പൊ താഴ്ത്തിയിടണം. അങ്ങനെയാ. പിന്നെ വബുഹിസ അന്നഹു ഫി ഹാലി റഫഇഹിമ യൻദുറു ഇലൈഹിമ, ഇങ്ങനെ കൈ ഉയർത്തുമ്പോ ആ രണ്ട് കൈയിലേക്ക് നോക്കണം എന്ന് ബഹ്സ് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടാ നോക്കേണ്ടത്? ലിതഅസ്സുരിഹി ഹീന ഇതിനാല ഇലാ മൗളിഇ സുജൂദി, ആ നോട്ടം തഅസ്സുറാണ്, സാധിക്കൂല. ഹീന ഇതിൻ കൈ ഉയർത്തുന്ന അവസരത്തിൽ ഇലാ മൗളിഇ സുജൂദി, സുജൂദിന്റെ മൗളിയിലേക്ക് നോക്കൽ കഴിയൂല. കാരണം കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കല്ലേ, അപ്പൊ നോക്കുമ്പോ സുജൂദിലേക്ക് സ്ഥലത്തേക്ക് നോക്കാൻ കഴിയൂല, അപ്പൊ കയ്യിലേക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹല്ലുഹു, ആ പറഞ്ഞതിന്റെ മഹല്ലേത്? ഈ പറഞ്ഞ ബഹ്സിന്റെ മഹല്ലുണ്ടല്ലോ, രണ്ട് കൈയിലേക്ക് നോക്കണം എന്ന് പറഞ്ഞതിന്റെ മഹല്ല് ഇന്ന അൽസഖഹുമാ, ആ രണ്ട് കൈയും ചേർത്ത് പിടിച്ചാലാണ്. ചേർത്ത് പിടിച്ചാൽ പിന്നെ കയ്യിലേക്ക് തന്നെ നോക്കുക. ലായിൻ ഫറഖഹുമാ, രണ്ട് കൈയിനെ വിട്ടുപിരിച്ചാലല്ല. അപ്പൊ രണ്ട് കൈ ഉയർത്തി പിടിക്കുമ്പോ രണ്ട് കൈ അകത്തിയാണ് പിടിച്ചത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലൂടെ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കാലോ. കൂട്ടിപ്പിടിച്ചാൽ കഴിയൂല. അപ്പൊ കൂട്ടിപ്പിടിച്ചാലല്ലേ പിന്നെ സൈഡിക്ക് മാറ്റി പിടിക്കേണ്ടി വരും. അതൊരു എന്താണ്, ഭംഗിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. ഫൈൻകുൽത്ത മസ്സുന്നത്തു മിൻ ഹാദൈനി, ദുആയിരക്കുമ്പോ കുനൂത്തിൽ പ്രത്യേകിച്ചും, ഇതിവിടെ കുനൂത്തിന്റെ കാര്യമായിട്ടാണ് പറയുന്നത്, മൊത്തത്തിൽ ദുആയിൽ ഇങ്ങനെ തന്നെയാ. അപ്പൊ ഇത് രണ്ടിൽ ഏതാ സുന്നത്ത് എന്ന്? രണ്ട് കൈയും ദുആയിരക്കുമ്പോ ഉയർത്തിപ്പിടിക്കുമ്പോ രണ്ട് കൈയും കൂട്ടിപ്പിടിക്കണോ അകത്തിപ്പിടിക്കണോ? അതിലേത് സുന്നത്ത് എന്ന് ചോദിച്ചാൽ കൊലുത്തു കുല്ലും സുന്നത്തും, രണ്ട് സുന്നത്താ എന്ന് പറഞ്ഞാൽ അകത്തിപ്പിടിച്ചതുകൊണ്ട് കൂട്ടിപ്പിടിച്ചതുകൊണ്ട് രണ്ടും വാരിതായിട്ടുണ്ട്. കമാ ദല്ല അലൈഹി കലാമുഹും ഫിൽ ഹജ്ജി, ഹജ്ജിന്റെ ബാബില് അയിമ്മത്തിന്റെ കലാം അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. പിന്നെ രണ്ടും സുന്നത്താണെന്ന്. അപ്പൊ രണ്ടും സുന്നത്താണെങ്കിൽ പിന്നെ അതിൽ ഏതാ അഫ്ലല്? ഇവിടെ പറഞ്ഞിട്ടില്ല. ഇൽസാഖാണ് അഫ്ലല് എന്നാ, രണ്ടും കൂട്ടിപ്പിടിക്കല അഫ്ലല് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തന്നെ മറ്റേ തവൽ പറഞ്ഞിട്ടുണ്ട്, ഷറബാബുല്ല മറ്റോ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മ. പിന്നെ വൈസന്നു ലഹു കുല്ലി ദാഇൻ, കണ്ടോ, എല്ലാ ദുആരക്കുന്ന ആളെ പോലെയും കുനൂത്ത് ഓതുന്ന ആളിനും സുന്നത്താണ്. യുസന്നു ലഹു എന്ന് പറഞ്ഞാൽ കുനൂത്ത് ഓതുന്ന ആള്. കുല്ലി ദാഇൻ റഫഉ ബത്നി യദൈഹി ലിസ്സമായി, കയ്യിന്റെ ബത്തിന്, മുൻകൈയിന്റെ പുറംഭാഗം ഉയർത്തുക, മുകളിലേക്ക് ഉയർത്തുക. സമാ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയർത്തുക. ഇൻ ദഅ ബിത്തഹ്സീലി ഷൈഇൻ, അല്ല ബത്തിനല്ലേ, ലഹറല്ലല്ലോ, ആ പുറംഭാഗമല്ല, ഉൾഭാഗം മുകളിലേക്കാക്കുക. ഇൻ ദഅ ബിത്തഹ്സീലി ഷൈഇൻ, ഒരു കാര്യം കിട്ടാൻ വേണ്ടി ദ്വാരക്കുമ്പോ. വലഹരിഹിമ, ആ രണ്ട് കയ്യിന്റെ പുറംഭാഗം മുകളിലേക്ക് ഉയർത്തുക. ഇൻ ദഅ ബിറഫഇഹി, ഒരു കാര്യത്തെ ഉയർത്തിക്കളയാൻ ദ്വാരക്കുമ്പോ. അപ്പൊ ഒന്ന് തരണേന്ന് പറയുമ്പോ ഇങ്ങോട്ട് കൈനീട്ടി വാങ്ങാനാണല്ലോ. അപ്പൊ ഒരാള് കൈനീട്ടി വാങ്ങുന്ന പോലെ രണ്ട് കൈയും ഇങ്ങനെ മുകളിലേക്കാക്കിയിട്ട് പിടിക്കുക. അല്ല ഒരു കാര്യം റഫ് ചെയ്യണം, ഒരു മുസീബത്ത് ഒരു ബലാഹും ഒക്കെ ഇറങ്ങിയത് ഇല്ലാതാക്കണേ എന്ന്, ഷർറ് ഇല്ലാതാക്കണേ എന്നൊക്കെ ദ്വാരക്കുമ്പോ തിരിച്ചു പിടിക്കണതാണ്. അപ്പൊ അവിടെ തന്നെ ഒരു ഭാഷയുണ്ട്, വക്കിനാ ഷർറമാ കളയത്ത് എന്ന് പറയുമ്പോ തിരിച്ചു പിടിക്കണോന്ന്. അത് വേണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം നിസ്കാരത്തിലാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കല്, അതായത് നിസ്കാരത്തിന്റെ ക്ഷേനല്ലാത്തതുകൊണ്ട് അത് അവിടെ പിടിച്ചത് അങ്ങനെ കുനൂത്ത് തീരുവോളം ഇങ്ങനെ പിടിക്കുന്നത്. പിന്നെ നാസിലത്തിന്റെ കുനൂത്തിന്റെ അവിടെ തിരിച്ചു പിടിക്കേണ്ടി വരും. ഇനി വസ്സഹീഹു അന്നഹു ലാ യംസഹു വജ്ഹഹു, ഇവന്റെ മുഖം തടകരുത് എന്നാ. ദ്വാരന്ന് കഴിഞ്ഞിട്ട് മുഖം തടകണം എന്നല്ലേ. പക്ഷെ ഇവിടെ എന്താണ് കുനൂത്ത്? അന്നഹു, ആ കുനൂത്ത് ഓതുന്ന ആള് ലാ യംസഹു വജ്ഹഹു എന്ന് പറഞ്ഞു. അയിൽ ഔലാ തർക്കുഹു,
തടകാതിരിക്കൽ തടകരുത് എന്ന് പറഞ്ഞാൽ ലായം സഹു എന്ന് പറഞ്ഞാൽ തടകൽ പാടില്ല എന്നൊന്നുമല്ല. തടകാതിരിക്കൽ, തടകൽ ഒഴിവാക്കലാണ് നല്ലത് എന്ന്. അപ്പൊ തടകുമ്പോ ഖിലാഫുൽ ഔലിയാകും എന്നർത്ഥം. ഇത് കാരണം എന്താ? ലം യരിദ്, അത് തടകിയതായി വാരിതായിട്ടില്ല. പിന്നെ മറ്റു ദുആ പോലെയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ തടകണമല്ലോ. പക്ഷെ തടകിയതായി വാരിതായിട്ടില്ല. അങ്ങനെയാണ്. അവിടെ വേറൊരു നുസ്ഖയില് പിന്നെ ഇത് ലം യരിദ് എന്നുള്ളടുത്ത് ഇദാലം യരിദ് എന്നൊരു അലിഫുണ്ട്, അത് ശരിയല്ല. പിന്നെ വൽ ഖബറു ഫീഹി വാഹിൻ എന്നാ, അത് വേറൊരു നുസ്ഖയില് വൽ ഖബറു ഫീഹി വാവഹു എന്നാ, 2 വാവുണ്ട്. അങ്ങനല്ല, ഒരു വാവ് അധികമുണ്ട്. പിന്നെ വൽ ഖബറു ഫീഹി, അങ്ങനെ ഉയർത്തിയതായിട്ടുള്ള ഹദീസ് വാഹിൻ അത് ലൈഫാണ്. പിന്നെ അതിനും പുറമെ എന്താണ്? അലാ അന്നഹു ഗൈറു മുഖയ്യദിൻ ബിൽ കുനൂത്തി, ആ ദുആ ഉണ്ടല്ലോ, ഉയർത്തി എന്ന് പറഞ്ഞ ദുആ കുനൂത്ത് കൊണ്ട് ഖാസല്ല, അത് മൊത്തം ദുആ ഇരിക്കുന്നിടത്താണ് പറഞ്ഞത്. ഇദാ ദഅൗതല്ലാഹ എന്ന് പറഞ്ഞിട്ട് അവസാനം ഫംസഹ ബിഹിമാ വജ്ഹക എന്നാണ് ഹദീസിലുള്ളത്. പിന്നെ അമ്മ ഖാരിജഹ, ഇപ്പൊ ഇത് കുനൂത്തില് ആണല്ലോ. അപ്പോ നിസ്കാരത്തിന്റെ പുറത്തോ ഫഗൈറു മന്ദൂബിൻ അലാ മാ ഫിൽ മജ്മൂഇ, ഈ നിസ്കാരത്തിൽ അല്ലാത്തപ്പോ തന്നെ ദുആർന്നാൽ കൈ കൊണ്ട് മുഖം തടകണോ വേണ്ടേ? ദുആന്റെ അവസാനം മജ്മൂഇൽ പറയുന്നത് സുന്നത്തില്ലാന്നാ. മന്ദൂബൻ അത് സുന്നത്താണ്. അലാമ ജസമ ബിഹി ഫി തഹ്ഖീഖ്, തഹ്ഖീഖില് ഖിലാഫ് പരാമർശിക്കാതെ പറഞ്ഞത് അനുസരിച്ച് എന്നാ. അപ്പൊ രണ്ടിടത്തും അലാമ എന്നാ പറഞ്ഞല്ലേ. മന്ദൂബൻ അലാമ ഫിൽ മജ്മൂഇ, രണ്ടിടത്തും എന്താണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തബരി ആയതാ. ഖായിദ വെച്ച് നോക്കുമ്പോ എന്താണ്? തഹ്ഖീഖിൽ പറഞ്ഞതാണ് ശരി അല്ലെ? മജ്മൂഇനേക്കാൾ മുന്തിക്കേണ്ടത് തഹ്ഖീഖിൽ പറയുന്നല്ലേ. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അലാമ എന്ന് പറഞ്ഞിട്ട് തബരിയായി പറഞ്ഞു. പിന്നെ അത് ഗർദി പറഞ്ഞിട്ടുണ്ട്, തഹ്ഖീഖിൽ പറഞ്ഞതാണ് മുഅ്തമദ് ലിഅന്ന മാ ഫി തഹ്ഖീഖ് റാജിഹുൻ അലാ മാ ഫിൽ മജ്മൂഇ കമാ മർറ ഫിൽ ഖുത്ബത്തി. ഇനി വസ്സഹീഹു അന്നൽ ഇമാമ യജ്ഹറു ബിഹി, ഇമാം എന്താക്കണം? ഉറക്കയാക്കണം. ഏത്? കുനൂത്ത് ഉറക്ക ചൊല്ലണം. ലിൽ ഇത്തിബായി, ഇത്തിബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്ക ചൊല്ലി. അൽ മുബ്തിലി, ആ ഇത്തിബായ് ബാത്തിലാക്കുന്നതാണ്. ലി ഖിയാസിഹി അലാ ബഖിയ്യത്തി അദിയത്തി സ്വലാത്തി, നിസ്കാരത്തിന്റെ മറ്റു ദുആകളുണ്ടല്ലോ, നിസ്കാരത്തിന്റെ മറ്റു ദുആകളുണ്ട്, ആ ദുആ ഒക്കെ പതുക്കെ ആക്കണം എന്നല്ലേ. അപ്പൊ അതിന്റെ മേലില് കുനൂത്തിനെ ഖിയാസാക്കിയാൽ കുനൂത്തും പതുക്കെ ഓതണം എന്നാ വരിക. പക്ഷെ ആ ഖിയാസിനെ ഈ ഇത്തിബായ് ബാത്തിലാക്കും. അപ്പൊ കുനൂത്ത് ഉറക്കം ഓതണം. അതില് വസവാഉനൽ മുഅദ്ദാതു വൽ മഖ്ലിയത്തു, പിന്നെ അതില് എന്താണ്? മുഅദ്ദാത്തും മഖ്ലിയത്തും തുല്യമാണ്. പിന്നെ ഇതിഹാസ ജന്മം ധരിച്ചു മുന്നേറുന്ന ആറ്റിങ്ങൽ മഖ്ദൂമിയ അക്കാദമിയുടെ പ്രൗഢമായ 20ാം വാർഷിക സമ്മേളനം Y20 കോൺഫറൻസ് 2023 ഡിസംബർ 29, 30, 31 തീയതികളിലായി ക്യാമ്പസിൽ ഒരുക്കുമ്പോൾ നിങ്ങളുടെ ലിൽഇത്തിബാഇൽ മുബ്തിലി ലിഖിയാസിഹി അലാ ബഖിയ്യത്തി അദിയത്തി സ്വലാത്തി വസവാഉനിൽ മുഅദ്ദാത്തു വൽ മഖ്ലിയത്തു. അപ്പൊ നിസ്കാരം, സുബഹി നിസ്കാരം അദായി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും ഖളായി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും ഉറക്കം ഓതണം. ഇമാമാണെങ്കിൽ ഉറക്കം ഓതണം. അതിനാ ഖിറാഅത്ത് പോലെ അല്ല എന്നർത്ഥം. ഖിറാഅത്താണെങ്കിൽ സമയം നോക്കിയിട്ടല്ലേ, ഉറക്കം പതുക്കെയാക്കുക. ഇവിടെ അങ്ങനല്ല. ഇവിടെ കുനൂത്ത് എപ്പോഴും എന്താണ്? അതായിട്ട് അതിന്റെ സമയത്ത് നിസ്കരിച്ചാലല്ല, ഖളായിട്ട് ഒരു ളുഹാന്റെ സമയത്തോ ളുഹറിന്റെ ശേഷമൊക്കെ നിസ്കരിച്ചാൽ ഇമാം കുനൂത്ത് ഉറക്കം ഓതണം എന്നാ. അമ്മ മുൻഫരിദ്, അപ്പോ മുൻഫരിദോ മൗമൂമുൻ മൗമൂമുമാകുന്നത് സുന്നലഹു, അവർക്ക് രണ്ടാൾക്കും മൗമൂമുൻ, എങ്ങനത്തെ മൗമൂമ്? സുന്നലഹു, ആ മൗമൂമിന് കുനൂത്ത് സുന്നത്തുണ്ട്. അങ്ങനത്തെ മൗമൂമ്, കാരണം എല്ലാ മൗമൂമും കുനൂത്ത് ഓതൽ സുന്നത്തില്ലല്ലോ. ഫയുസിറാനി ബിഹി, കാരണം എന്താ? അവർ രണ്ടാളും സിറായിട്ടാണ് ഓതേണ്ടത്.
അത് ഇയാള് മൗമൂമ് എന്താണ് ഇമാമ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ മൗമൂമിന് സുന്നത്തുണ്ടാവില്ല. അങ്ങനത്തെ മൗമൂമിന് സുന്നത്തില്ലാത്ത രൂപ അതവിടെ എവിടെ വരും? അബാൽ സുന്നത്തിന്റെ അവിടെ വരും. പിന്നെ അപ്പൊ സുന്നത്തുള്ള മൗമൂമ് എന്ന് പറഞ്ഞ അമ്മ മുൻഫരിദുൻ മൗമൂമിൻ, എങ്ങനത്തെ മൗമൂമ്? സുന്ന ലഹു, അയാൾക്ക് കുനൂത്ത് സുന്നത്തിന്റെ അങ്ങനത്തെ മൗമൂമ്. പിന്നെ ഫയുസിറാനി ബിഹി, അവർ രണ്ടാളും പതുക്കെ ആക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വസ്സഹീഹു അന്നഹു ഇദാ ജഹറ ബിൽ ഇമാമു, സഹീഹ് എന്താണ്? ഇമാമു ഉറക്കെ ആക്കിയാൽ യുഅമ്മിനുൽ മൗമൂമു, മൗമൂമ് ആമീൻ പറയണം. എന്തിനാ ആമീൻ പറയണം? ലിദ്ദുആഇ, കുനൂത്തിന്റെ ദുആയിക്ക് ആമീൻ പറയണം. അതെങ്ങനെ പറയണ്ടേ? ജഹ്റൻ. യുഅമ്മിനുൽ മൗമൂമു ജഹ്റൻ, ഇമാം ആമീൻ ഉറക്കെ പറയണ്ടേ. മൗമൂമ് ഇമാമിന്റെ ദുആയിക്ക് ആമീൻ ഉറക്കെ പറയണം. ലിദ്ദുആഇ, ദുആഇന്. ലില്ലിത്തിബാഇ, അതും ഇത്തിബാ തന്നെ. വമിൻഹു അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ദുആയിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്ത്. അതായത് കുനൂത്തിന്റെ ശേഷമുള്ള സലാത്തുണ്ടല്ലോ, അത് ദുആയിൽപ്പെട്ടതാണ്. അപ്പൊ ആ ദുആയിക്ക് ആമീൻ പറയേണ്ടതാണെന്ന് അലൽ മുഅ്തമദി. അല്ലാതെ ദുആ അല്ല അപ്പൊ സനാഹ് പോലെ കൂടെ ചെല്ലുകയാണ് വേണ്ടത് എന്ന മറ്റേ അഭിപ്രായം. പിന്നെ ഖൗലു ഷാരിഹിൻ, ഒരു ഷാരിഹ് പറഞ്ഞു യുഷാരിക്കൂ, ആ മൗമൂമ് ഇമാമിനോടുകൂടെ മുഷാരിക്കാകണം, കൂറാകണം, ഒപ്പം ചെല്ലണം എന്നർത്ഥം. വൈങ്കാനത്ത് ദുആ എന്ന സലാത്ത് ദുആ ആണെങ്കിലും ശരി എന്താ ആമീൻ പറയല്ല വേണ്ടത്, ഒപ്പം ചെല്ലുകയാണ് വേണ്ടത് എന്നുള്ളതിൽ ഖബർ സഹീഹി, സ്വഹീഹായ ഹദീസ് ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞ്. എന്താ ഹദീസ്? റഗിമ അംഫു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ എന്ന സ്വഹിയായ ഹദീസ് ഉള്ളത് കൊണ്ട് മുഷാരിക്കാകണം എന്ന ആ ഷാരിഹിന്റെ കൗലാകുന്നത് യുറദ്ദു, അത് മർദൂദാണ് എന്നാ അതിന്റെ ഖബർ. കൗലു ഷാരിഹിൻ യുറദ്ദുന. അപ്പൊ ഈ ഹദീസിന്റെ അർത്ഥം എന്താ? ഒരാൾ പരാജയപ്പെടട്ടെ എന്നാ. റഹിമാംഫു എന്ന് പറഞ്ഞാൽ പരാജയപ്പെടട്ടെ. മൻ ഒരാൾ ദുഃഖിർത്തു, ഞാൻ പറയപ്പെട്ടു, എന്തോ അയാളെടുക്കല് എന്റെ പേര് പറഞ്ഞ്, എന്നിട്ട് ഫലം യുസല്ലി അലൈഹ, അയാൾ എന്റെ മേലെ സലാത്ത് ചൊല്ലിയിട്ടില്ല എന്നാ. പിന്നെ യുറദ്ദു, ആ കൗല് തള്ളപ്പെട്ടു. ബി അന്നത്തെ മീൻ, ആമീൻ പറയുക എന്നുള്ളത് ഫി മഅന സലാത്തി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സലാത്തി അല്ലെന്ന മഅനയിൽ തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ വഈദ് അവിടെ വരൂല എന്നർത്ഥം. ഒരാളിങ്ങനെ സലാത്തി അല്ലേ, അപ്പൊ സലാത്തി അല്ലേ ഇപ്പൊ കേട്ടാൾ ആമീൻ എന്ന് പറഞ്ഞ്, എന്നാലും ഈ വഈദ് അവിടെ വരൂല. അടുത്ത പൂർണ്ണമായ രൂപ അയാൾ സലാത്ത് തന്നെ ചെല്ലല. പിന്നെ മാന്നഹുൽ അല്യഖു ബിൽ മൗമൂമി, ആ ആമീൻ പറയലാണ് ഈ മൗമൂമിനോട് യോജിപ്പ്. കാരണം എന്താ? ലിഅന്നഹു താബിഉൻ, ആ മൗമൂമ് താബിയാണ് ലിദ്ദായി, ദുആർക്കുന്ന ആളോട്. ദുആർക്കുന്ന ഇമാമല്ലേ, അപ്പൊ ഇമാമിനോട് താബിയാണ് മൗമൂമ്, അപ്പൊ മൗമൂമിനോട് യോജിപ്പ് ആമീൻ പറയല. ഫനാസബഹു തഅ്മീനു, അപ്പൊ ഇമാം മൗമൂമിനോട് യോജിപ്പ് തഅ്മീനാണ്. അലാ ദുആഇഹി, ആ ദാഇന്റെ ദുആഇന്റെ മേലിൽ ആമീൻ പറയുക. ഖിയാസൻ അലാ ബഖിയ്യത്തിൽ കുനൂത്തി, കുനൂത്തിന്റെ ബാക്കിയുള്ളതിന്റെ മേൽ ഖിയാസായിട്ട്. ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ സലാത്തല്ലാത്ത ബാക്കിയുള്ളത് അവിടെ ആമീൻ പറയല്ലേ, അപ്പൊ സലാത്തിന് ആമീൻ പറയാ. പിന്നെ വലാ ഷാഹിദ ഫിൽ ഖബരി, അപ്പൊ നേരത്തെ പറഞ്ഞ ഷാരിഹിന് എന്താണ്? റഹിമാംഫു എന്ന് പറഞ്ഞ ഹദീസില്ലേ, അതിൽ തെളിവുണ്ടോ? ഇല്ല. കാരണം എന്താ? അന്നഹു ഫി ഗൈറിൽ മുസല്ലി, ആ പറഞ്ഞ് നിസ്കരിക്കുന്ന ആളെ കുറിച്ചല്ല, അല്ലാത്ത ആളെ കുറിച്ച്. അപ്പൊ അത് തെളിവ് പിടിച്ചിട്ട് എന്താണ്? ഇവിടെ സ്വലാത്ത് ഒപ്പം ചെല്ലണം എന്ന് പറയാനില്ല. അതിന് പുറമെ ആമീൻ പറഞ്ഞാൽ തന്നെ വഴീതെന്ന് ഒഴിവാകും, നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ വയഖൂലു സനാഅ സിർറൻ, സനാഇനെ എന്താക്കുക? പിന്നെ സിറാക്കുക. സനാഇനെ സിറാക്കുക. ആര്? മൗമൂമ് സിറാക്കുക അല്ലെ. വഹുവൽ ഔല. വയഖൂലു സനാഅ, അത് നേരത്തെ എന്താണ്? യുഅമ്മിനു എന്ന് പറഞ്ഞില്ലേ മൗമൂമ്. വസ്സഹീഹു സന്നു റഫഇൽ യദൈഹി വ അന്നഹു ലാ യംസഹു വജ്ഹഹു അന്നൽ ഇമാമ യജ്ഹറു ബിഹി വ അന്നഹു യുഅമ്മിനുൽ മൗമൂമു ലിദ്ദുആഇ വയഖൂലു സനാഅ.
അപ്പൊ മൗമൂം എന്താക്കണം? സനാവ് പറയണം. ഫൈനൊക്കെ തക്ലീ എന്നുള്ളത് കൂടെ ചെല്ലണം. അത് സിറായിട്ടാവോ ചെല്ലേണ്ടത്, എന്നാലോ ആമീൻ പറയേണ്ട ഓർക്കെയാണ്. വഹുവല്ലൗല. പിന്നെ ആ സനാവ് പറയലാണ് നല്ലത്. അവലുഹു, ഈ സനാഇന്റെ അവലാകുന്നത് എന്താണ്? ഇന്നക തഖ്ലി എന്നാണ്. അവിടെ ഫാഉള്ള റിവായത്ത് അനുസരിച്ച് ഫഇന്നക തഖ്ലീന്ന് ഇലാഖിരിഹി. അപ്പൊ ഈ യഖൂലു സനാഅ സിർറൻ വഹുവൽ ഔല, അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെന്താ? അതാ വേറെ ഉള്ളതാ പിന്നെ ശേഷം പറയുന്നത്. ഔ യസ്കുത്ത, ഔ യസ്കുത്തു യുഅമ്മിനുൽ മൗമൂമു എന്നല്ലേ പറഞ്ഞ മർഫൂആയിട്ടാ. വയഖൂലു സനാഅ ഔ യസ്കുത്തു, അല്ലെങ്കിൽ മൗമൂമും ഉണ്ടാതിരിക്കുക. ഇമാമ് സനാ ഓതുമ്പോ മൗമൂമും ഉണ്ടാതിരിക്കുക. അപ്പൊ ഒന്നീ സനാവ് ചൊല്ലുക ഇമാമിന്റെ കൂടെ, അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക. ഇത് രണ്ടിലും നല്ലത് ഏതാ? സനാവ് ചൊല്ലലാണ്. മുസ്തമിയൻ മിണ്ടാതിരിക്കല് വേറെന്തെങ്കിലും ആലോചിച്ചിട്ടല്ല, ഇമാമിന്റെ സനാവ് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടതാ. മുസ്തമിയൻ ലി ഇമാമിഹി, ഒന്നിലങ്ങനെ. ഇനി മൂന്നാമതൊരു രൂപമുണ്ട്. ഔ യഖൂലു അഷ്ഹദു, അഷ്ഹദു എന്നിങ്ങനെ പറയാ. ഫഇന്നക തഖ്ലി വലാ യുഖ്ദാ അലൈക ഇങ്ങനെ പറയുമ്പോ മൗമൂം ഒരിക്കൽ എന്ത് പറയാ? ഈ അഷ്ഹദു എന്ന് പറയാ. പിന്നെ അപ്പോ അഷ്ഹദു എന്ന് എത്ര വട്ടം പറയണം? ഒരു വട്ടം പറഞ്ഞാൽ മതിയോ? അല്ല, അങ്ങനെ ആവർത്തിച്ച് പറയാന്നാ. അതില് പല മദ്മൂനുണ്ടല്ലോ. ഫഇന്നക തഖ്ലി വലാ യുഖ്ദാ അലൈക, അപ്പൊ അഷ്ഹദു. ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത അഷ്ഹദു വലാ യഅസ്സു മൻ ആദൈത, അത് വേറെന്നാ. അപ്പൊ ഒരു അഷ്ഹദു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലാ നഹു സദഖ്ത വബരിർത, അത് പറയരുത്. യഖൂലു അഷ്ഹദു എന്ന് പറയാ. ലാ നഹവ സദഖ്ത വബരിർത, സദഖ്ത വബരിർത പോലത്തെ പറയരുത്. ലിബുത്ലാനി സ്വലാത്തി ബിഹി, അത് പറഞ്ഞാൽ എന്തായി പോവും? നിസ്കാരം ബാത്തിലായി പോകും. അത് പോലത്തെ എന്ന് പറഞ്ഞാൽ ഖിതാബായിട്ട് പറയരുത് എന്നർത്ഥം. ഖിലാഫൻ ലിൽ ഗസാലി, ഇമാം ഗസാലി പറഞ്ഞതിനെതിരായിട്ട്. ഇമാം ഗസാലി പറഞ്ഞ സദഖ്ത വബരിർത പോലത്തെ പറയാം, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല എന്നാ. അപ്പൊ ഇവിടെ 3 രൂപ ഉണ്ട് എന്നർത്ഥം. സനാവ് പറയാ, അല്ലെങ്കിൽ എന്താണ് ഇമാം പറയുന്നത് കേട്ടുമുണ്ടാതിരിക്കുക, അല്ലെ അഷ്ഹദു അഷ്ഹദു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ വൈൻ ജസമ ബിമാ ഖാലഹു ജമ്മുൻ, ഇമാം ഗസാലി ജസ്മ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ബിമാ ഖാലഹു ജമ്മുൻ, ഒരു ജമ്മ് പറഞ്ഞത് കൊണ്ട് ജസ്മായിട്ടാണ് എന്ത് പറഞ്ഞത്? അത് ബാത്തിലാവൂല എന്ന് പറഞ്ഞത് എങ്കിലും ശരി, എന്താണ്? അത് ബാത്തിലാകും എന്നാണ് റാജിഹി എന്നർത്ഥം. അപ്പൊ ഇമാം ഗസാലി പറഞ്ഞത് ഒരു ജമ്മ് പറഞ്ഞതാണ്, അവര് ഖിലാഫില്ലാതെ പറഞ്ഞതാ. പറഞ്ഞതിന് ഖിലാഫില്ലാതെ ജസ്മായിട്ടാണ് ഇമാം ഗസാലി പറഞ്ഞത് എന്നർത്ഥം. പിന്നെ വസാമു അന്ന നദ്ബൽ മുഷാറക്കത്തി ഹുന ഇഖ്തലൽ മുസാമഹത്ത, അപ്പോ ഇമാമിന്റെ കൂടെ മുഷാരിക്കാകണല്ലോ, കൂറാകണം. ഹുന എന്ന് പറഞ്ഞാൽ ഈ സനാഇന്റെ അവിടെ. അപ്പൊ അത് മുസാമഹത്തിനെ തേടി എന്ന് വാദിക്കലാകുന്നത്. വഅന്നഹദാ ലാ യുഖാസു ബിഇജാബത്തിൽ മുഅദ്ദിനി ബിദാലിക ലികറാഹത്തിഹാ ഫിസ്സലാത്തി ലാ യസിഹു എന്ന ആ സഅമ് സഹീഹല്ല. ഇല്ലാ ലൗ സഹ എന്ത് ഫീ ഖബരിൻ, ഇല്ലാ ലൗ സഹ ഫീ ഖബരിൻ അന്നഹു യഖൂലു ഹാദാ ഫഹൈസു ലം യസിഹ ദാലിക ബൽ ലം യരിദ് അബ്തല അലൽ അസ്ലി ഫിൽ ഖിതാബി എന്ന. അപ്പൊ ആ വാദം സഹിയല്ല. ലാ യസിഹു എന്ന എന്താ വാദം? ഇമാമിന്റെ കൂടെ മുഷാറക്കത്ത് വേണം എന്നത് സുന്നത്താണ് എന്നത് തേടി, ഇഖ്തല തേടിയാൽ മുസാമഹത്തിനെ തേടി എന്ന് പറഞ്ഞാല് ഇതല്ലാത്ത ബാക്കിയുള്ള സ്ഥലത്ത് ഖിതാബായി പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുന്ന, ഇവിടെ നിസ്കാരം ബാത്തിലാവൂല. അതിന് കാരണം എന്താ? ഇമാമുമായിട്ട് മുഷാറക്കത്താകണ്ടേ. അപ്പൊ ആ മുഷാറക്കത്താകൽ സുന്നത്താണ് എന്നുള്ളത് ബാത്തിലാകും എന്നതിൽ മുസാമഹത്ത് ഇളവനുവദിക്കലിനെ തേടി, അപ്പൊ ബാത്തിലാവൂല എന്നർത്ഥം. മുസാമഹത്ത് കൊണ്ട് ഉദ്ദേശതാ ഇങ്ങനെ ബാത്തിലാകാതിരിക്കുകയാണ്, അതിനെ തേടി. എന്ന പോലെ വഅന്നഹദാ ലാ യുഖാസു, ഇത് ഖിയാസാക്കൂല. ഇത് എന്ന് പറഞ്ഞാൽ ഇമാമിനോട് സദഖ്ത വബരിർത എന്ന് പറയൽ, അയാൾ കുനൂത്ത് ഓതുമ്പോ പറയൽ, അത് ഖിയാസാക്കൂല. എന്തിനോട്? ബി ഇജാബത്തിൽ മുഅദ്ദിനി ബിദാലിക, നിസ്കരിക്കുന്ന ആള് മുഅദ്ദിന് ബാങ്ക് കൊടുക്കുന്ന ആളോട് ഇജാബത്ത് പറയുക, അതിനോട് ഖിയാസാക്കൂല. എന്തുകൊണ്ട് ഇജാബത്ത് പറയാ? ബിദാലിക, ഈ സദഖ്ത വബരിർത എന്നതുകൊണ്ട് എന്ത് ഇജാബത്ത് പറയാം. അതായത് ഒരാൾ നിസ്കരിക്കുക, അപ്പോ എന്താ സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടു. അപ്പൊ ഇയാള് സദഖ്ത വബരിർത നിസ്കാരത്തിൽ പറഞ്ഞു, എന്നാൽ നിസ്കാരം ബാത്തിലായി പോകും.
അപ്പൊ അതുപോലെയാണെങ്കിൽ ഇവിടെയും പറഞ്ഞ ബാത്തിലാകണമെന്നല്ലോ എന്നല്ലേ വരിക. പക്ഷെ അങ്ങനെ ഖിയാസാക്കൂല. കാരണം എന്താ, ലി കറാഹത്തി ഹാബിസ്സലാത്തി, ആ ഇജാബത്ത് കറാഹത്താണ് നിസ്കാരത്തില് അല്ലെ, ഇതുകൊണ്ടുള്ള കറാഹത്തല്ല, സദക്ത എന്നുള്ളത് കൊണ്ടുള്ള ഇജാബത്തല്ല. മൊത്തത്തില് മുഅദ്ദിന് ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ള നിസ്കാരത്തിൽ കറാഹത്താണ്. അപ്പൊ അതുകൊണ്ട് അതിനോട് ഖിയാസാക്കാൻ പറ്റൂല. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഇത് കറാഹത്തല്ലല്ലോ, ഇവിടെ മുഷാറക്കത്ത് സുന്നത്തല്ലേ. അങ്ങനെ ലാ യസിഹു, ആ സഅ്നു സ്വഹിയല്ല, ഇല്ലാ ലൗ സഹ ഫീ ഖബരിൻ, എന്തായാലല്ലാതെ ഒരു ഹദീസിൽ സ്വഹീഹായി വന്നാലല്ലാതെ ആ വാദം സ്വഹീഹാവൂല. എന്ത് ഒരു ഹദീസിൽ സ്വഹീഹായി വരണം? അന്നഹു യഖൂലു ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹാദാ സദഖ്ത വബർത എന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ഹദീസിൽ സ്വഹീഹായി വന്നാൽ നമുക്ക് പറയാമെന്ത്, ആ ഈ മുഷാറക്കത്തുള്ളത് കൊണ്ട് അത് മുസാമഹത്തിനെ തേടി അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല എന്ന് പറയായിരുന്നു. പക്ഷെ അത് പറയാന് അങ്ങനെ ഹദീസിൽ വാരിതായിട്ടില്ല. ഫഹൈസു ലം യസിഹ ദാലിക, അങ്ങനെ ഒരു സ്വഹീഹായ ഹദീസിൽ വരാത്തത് കൊണ്ട്, സ്വഹീഹായ ഹദീസ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ബൽ ലം യരിദ്, അത് തീരെ വന്നിട്ടില്ല. ലം യസിഹ എന്ന് പറഞ്ഞാൽ സ്വഹീഹായി വന്നിട്ടില്ല. അപ്പൊ ലൈഫായ ഹദീസിൽ വന്നിട്ടുണ്ടോ? അതുമില്ല. അതാ ലം യരിദ്. അബുത്തല, അപ്പൊ ആ എന്താണ് ഖിതാബായി പറയല്, സദഖ്ത ബർത്ത പോലത്തത് പറയല് നിസ്കാരത്തെ ബാത്തിലാക്കും. അലൽ അസ്ലി ഫിൽ ഖിതാബി, നിസ്കാരത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാത്ത മറ്റൊരാളോട് ഖിതാബ് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും എന്നല്ലേ. ആ അസലിന്റെ മേലെടുത്തിട്ട് ഇവിടെ നിസ്കാരം ബാത്തിലാകും. ഹാദാ കുല്ലുഹു ഇൻസമിയ, ഇപ്പറഞ്ഞതെല്ലാം ആ മൗമൂമ് എന്താണ് കുനൂത്തിനെ കേൾക്കുന്നെങ്കിലാണ്, ഇമാമിന്റെ കുനൂത്തിനെ കേൾക്കുന്നെങ്കിലാണ്. ആമീൻ പറയണം, സനാ ഒപ്പം ചൊല്ലണോ, അല്ലെങ്കിൽ എന്താണ് മിണ്ടാതിരിക്കണോ, അല്ലെങ്കിൽ അഷ്ഹദു പറയണം. ഈ പറഞ്ഞതെല്ലാം അപ്പോഴാ. ഫഇല്ലം യസ്മഉഹു, അപ്പൊ മൗമൂമ് കേൾക്കുന്നില്ലെങ്കിലോ, എന്തുകൊണ്ട്? ലി ഇസ്റാരിൽ ഇമാമി ബിഹി, ഇമാമ് പതുക്കാക്കിയത് കൊണ്ട്. ഇമാം ഉറക്കാക്കണം, പക്ഷെ അയാൾ പതുക്കെ ഓതി, കേട്ടില്ല. ഔലിനഹവി ബോയ്ദിൻ, അല്ലെങ്കിൽ മൗമൂമ് ദൂരത്താണ്. ഔ സമമിൻ, അല്ലെങ്കിൽ ഇയാൾക്ക് കേൾവിയില്ല, കേൾവി കുറവുണ്ട്. ഔ സെമിയ സൗത്തൻ, അല്ലെങ്കിൽ ഇയാളൊരു ശബ്ദം കേട്ടു, ലായഫഹമുഹു, അത് ഇയാൾക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനത്തെ അവ്യക്തമായൊരു ശബ്ദമാണ് കേട്ടത്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കനത്ത ഈ മൗമൂമ് കുനൂത്തോതണം, സിറൻ പതുക്കെ കുനൂത്തോതണം, ബഖിയ്യത്തിൽ അദ്കാരി, മറ്റ് ദിക്റുകളെ പോലെ. അപ്പൊ ആമീൻ പറയാനൊന്നും ഉണ്ടാവില്ല. ആദ്യം മുതൽ അവസാനം വരെ സ്വലാത്തടക്കം കുനൂത്തോതി തീർക്കണം എന്നാ. അപ്പൊ സുബഹിന്റെ കുനൂത്ത് കഴിഞ്ഞ് ഇനി അടുത്തത് പിന്നെ നാസിലത്തിന്റെ കുനൂത്താണ് ഇനി പറയുന്നത്. വയുഷറഉൽ കുനൂത്തു എന്നർത്ഥം. അതാ ഇനി പറയുന്നത്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.